തുർക്കിയുടെ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിലേക്ക് തുടർച്ചയായി അസാധാരണ സർവീസുകൾ നടത്തിയതായുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ മേഖലയിൽ ചർച്ചയാകുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി, അതായത് ഓഗസ്റ്റ് 19 മുതൽ 21 വരെയുള്ള 60 മണിക്കൂറുകൾക്കിടയിൽ ഈ നിഗൂഢ സൈനിക നീക്കം ഉണ്ടായി. തുർക്കി വ്യോമസേനയുടെ ഒന്നിലധികം C-130 ഹെർക്കുലീസ് ചരക്ക് വിമാനങ്ങളാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ തുടർച്ചയായി സർവീസ് നടത്തിയത്. റാവൽപിണ്ടിയിലെ നൂഖാൻ വ്യോമതാവളത്തിലും കറാച്ചിയിലെ മസ്രൂർ വ്യോമതാവളത്തിലുമാണ് തുർക്കി വിമാനങ്ങൾ വന്നിറങ്ങിയതും തിരികെ പറന്നതും. ഈ അസാധാരണ സൈനിക നീക്കം ഇന്റലിജൻസ് ഏജൻസികൾ അതീവ ഗൗരവത്തോടെയാണ് ഇപ്പോൾ വീക്ഷിക്കുന്നത്. തുർക്കി പാകിസ്ഥാന് വൻതോതിൽ ഡ്രോണുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും കൈമാറിയതായാണ് സംശയം. പാകിസ്ഥാൻ തങ്ങളുടെ ഡ്രോൺ വ്യൂഹവും ആയുധശേഖരവും അതിവേഗം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ വിമാന സർവീസുകൾ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തുർക്കിയിൽ നിന്ന് വലിയൊരു ഡ്രോൺ ശേഖരവും അനുബന്ധ സംവിധാനങ്ങളും ഈ വിമാനങ്ങൾ വഴി പാകിസ്ഥാനിലേക്ക് എത്തിച്ചതായി വിവരമുണ്ട്. ഇതിനു പുറമെ വ്യോമ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും പാകിസ്ഥാന് ലഭിച്ചിട്ടുണ്ടോ എന്ന സംശയവും ഇന്റലിജൻസ് വൃത്തങ്ങൾ പുറത്തുവിടുന്നുണ്ട്. നേരത്തെയും തുർക്കിയിൽ നിന്ന് അത്യാധുനിക ഡ്രോണുകൾ പാകിസ്ഥാൻ വാങ്ങിയിട്ടുണ്ട്. അതിൽ പ്രശസ്തമായ ഒന്ന് ദീർഘനേരം പറക്കാൻ ശേഷിയുള്ള TB2 ഡ്രോണാണ്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ കവചിത വാഹനങ്ങളും നാവിക ആസ്തികളും തകർക്കാൻ യുക്രൈൻ വിജയകരമായി ഉപയോഗിച്ചതോടെയാണ് TB2 ഡ്രോൺ ലോകശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിലും ഡ്രോൺ അധിഷ്ഠിത ആയുധശേഖരം വർദ്ധിപ്പിക്കാൻ പാകിസ്ഥാൻ സൈന്യം താൽപര്യം കാണിക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. പാക് സൈനിക മേധാവി ജനറൽ അസം മുനീറിന്റെ നേരിട്ടുള്ള താൽപര്യപ്രകാരമാണ് ഈ ആയുധ ഇടപാടുകൾ നടക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. തുർക്കിയും സൗദി അറേബ്യയുമായുള്ള ഉഭയകക്ഷി പ്രതിരോധ സഹകരണ കരാറുകൾ ഉപയോഗപ്പെടുത്തിയാണ് പാകിസ്ഥാൻ ഈ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതെന്ന സൂചനയുമുണ്ട്. അഫ്ഗാനിസ്ഥാനുമായുള്ള തങ്ങളുടെ പടിഞ്ഞാറൻ അതിർത്തികളിൽ നിരീക്ഷണങ്ങൾക്കും ആക്രമണങ്ങൾക്കുമാണ് പാകിസ്ഥാൻ നിലവിൽ തുർക്കി ഡ്രോണുകൾ ഉപയോഗപ്പെടുത്തുന്നത്. കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങളും ദീർഘദൂര UAVകളും മറ്റ് ആധുനിക നിരീക്ഷണ സംവിധാനങ്ങളും സ്വന്തമാക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ പുതിയ നീക്കവും പുറത്തെത്തുന്നത്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ തകർത്ത ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനം പുനർനിർമ്മിച്ച വിവരവും വരുന്നുണ്ട്. പാക് പഞ്ചാബ് പ്രവിശ്യയിലുള്ള മർകസ് സുബാനല്ല എന്ന കെട്ടിട സമുച്ചയമാണ് പാക് സർക്കാരിന്റെ സഹായത്തോടെ പുനർനിർമ്മിച്ചത്. കെട്ടിടം പുനർനിർമ്മിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ചർച്ച ശക്തമായത്. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് 15 മാസങ്ങൾക്ക് ശേഷമാണ് കെട്ടിടം പുനർനിർമ്മാണം നടത്തിയത്. 2025 മെയ് 7-നായിരുന്നു ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്തത്. തകർന്ന കെട്ടിടങ്ങളിൽ പുതിയ പെയിന്റ് അടിക്കുകയും മാർബിളുകൾ പാകുകയും ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ തകർന്ന താഴികക്കുടങ്ങൾ പുതുക്കിപ്പണിതു. കെട്ടിടത്തിലുണ്ടായ ഗർത്തങ്ങളൊക്കെ നികത്തിയ നിലയിലാണ്. ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ച പ്രധാന ഹാളും ഇപ്പോൾ പൂർണ്ണമായും നവീകരിച്ചിട്ടുമുണ്ട്. പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ നേരിട്ടുള്ള സാമ്പത്തിക സഹായത്തോടെയാണ് പുനർനിർമ്മാണം നടന്നതെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നുണ്ട്. ഗഡുക്കളായി ഏകദേശം 25 കോടി പാകിസ്ഥാനി രൂപ ഇതിനായി ജെയ്ഷെ മുഹമ്മദിന് കൈമാറിയെന്നും വിവരമുണ്ട്. ഇതിൽ 11 കോടിയോളം രൂപ പ്രധാന ഹാളിന്റെ നിർമ്മാണത്തിന് മാത്രമായാണ് ചെലവഴിച്ചത്. പ്രധാന സമുച്ചയത്തോട് ചേർന്നുള്ള മദ്രസ, അൽസാബർ, ഭീകരവാദ കമാൻഡർമാരുടെ വസതികൾ എന്നിവയും പുതുക്കിപ്പണിഞ്ഞിട്ടുണ്ട്. 26 പേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയായിരുന്നു ഇന്ത്യൻ സൈന്യം പാക് ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത്. ഇതിൽ നിരവധി ഭീകരർ കൊല്ലപ്പെടുകയും ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.